ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മീഡിയൻ ആണ്. ഓക്കെ, മീഡിയൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചു വന്നത് അരിത്തമാറ്റിക് മീനും അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഒക്കെ ആയിരുന്നു അല്ലെ. ഡിസ്ക്രീറ്റ് സീരീസും ഇൻഡിവിജ്വൽ സീരീസും ദെൻ കണ്ടിന്യൂസ് സീരീസിൽ പിന്നെ കമ്പൈൻഡ് മീൻ, പിന്നെ വെയ്റ്റഡ് ആവറേജ് അരിത്തമാറ്റിക് മീൻ, ഇതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മീഡിയൻ ആണ്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ നമുക്ക് പഠിക്കേണ്ടത് ഏതൊക്കെയായിരുന്നു? അരിത്തമാറ്റിക് മീൻ, ദെൻ മീഡിയൻ, മോഡ്, ക്വാർട്ടൈൽസ്, ഇങ്ങനെയായിരുന്നു നമുക്ക് പഠിക്കേണ്ടിയിരുന്നത്. അരിത്തമാറ്റിക് മീൻ ഓൾറെഡി നമ്മൾ മൊത്തം കംപ്ലീറ്റ് ചെയ്തു. ദെൻ നമ്മൾ മീഡിയനിലേക്ക് പോവാണ്. വാട്ട് യു മീൻ ബൈ മീഡിയൻ? We can move to the topic. Median is the positional value that divides the series into two equal parts in such a way that half of the items lie above this value and the remaining half lie below this value. The corner's words, the median is that value of the variable which divides the group into two equal parts. One part comprising all values greater and the other all values lesser than the median. So median is called positional average because it is based on the position of a given observation in a series arranged in an ascending or descending order, and position of the median is such that equal number of items lie on either side of it. Median is denoted by MED, ഓർക്കും, ഓർ മീൻ ഡീവിയേഷൻ. ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് അത് ഡിനോട്ട് ചെയ്യാം. അപ്പൊ എന്താണ് മീഡിയൻ അല്ലെ, എന്താണ് മീഡിയൻ എന്നുള്ളത് നോക്കാണ്. ഒരു പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഒരു മിഡിൽ വാല്യൂ ആണ്. ഇപ്പൊ 1, 2, 3 എന്ന് ഞാൻ ഡാറ്റ എടുക്കുകയാണ്. 1, 2, 3 എന്ന് പറഞ്ഞ ഡാറ്റ. ദെൻ അതിന്റെ മിഡിൽ വാല്യൂ എത്രയായിരിക്കും? മിഡ് പോയിന്റ് എന്ന് പറയുന്നത് 2 അല്ലേ. അപ്പൊ മീഡിയൻ എന്ന് പറയുന്നത് മീഡിയൻ ഈക്വൽ ടു എന്തായിരിക്കും? 2 ആയിരിക്കും. ഇനി ഫോർ എക്സാമ്പിൾ ഞാൻ എന്തെടുക്കുന്നു? 3, 1, 2 എടുക്കുന്നു. 3, 1, 2 ഇതിനൊരു ഓർഡർ ഉണ്ടോ? ഇല്ല. നമ്മൾ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നൽകിയിട്ടുള്ള ഡാറ്റേനെ ഡിസെൻഡിങ് ഓർ അസെൻഡിങ് ഓർഡറിലാക്കണം. ഡിസെൻഡിങ് അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു ഓർഡർ കീപ്പ് ചെയ്യണം. അസെൻഡിങ് ഓർ ഡിസെൻഡിങ്. ഞാൻ ഒരു അസെൻഡിങ് ഓർഡറിൽ ഇത് എഴുതാണ് 1, 2, 3. അതിന്റെ മിഡിൽ വാല്യൂ എത്രയാണ്? 2 ആണ്. ഇതാണ് മീഡിയൻ കാണേണ്ട വഴി. ക്ലിയർ ആണല്ലോ? അപ്പം അതിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട് അല്ലെ. 1, 2, 3, 4, 5 എന്ന് ഞാൻ എടുക്കുകയാണ്. അപ്പൊ ഇതിന്റെ മിഡിൽ വാല്യൂ എത്രയാ? 3 ആണ്. ഇതിന് എന്ത് ചെയ്യുന്നുണ്ട്? ഈക്വൽ പാർട്സ് അല്ലേ ഇത്? നോക്കി നോക്ക്. The median that value the variable which divides the group into two equal parts. ഇവിടെ 2 ഐറ്റം ഉണ്ട്, ഇവിടെയും 2 ഐറ്റം ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതൊരു സെൻട്രൽ വാല്യൂ ആണ് അല്ലെ. 2 ഐറ്റം ഉണ്ട്, മുകളിൽ അപ്പർ പാർട്ടിൽ 2 ഐറ്റംസ് ഉണ്ട്. ദെൻ നമ്മൾ ഈ ലോവർ പാർട്ട് നോക്കുകയാണെങ്കിൽ അതിലും 2 ഐറ്റംസ് ആണ് കാണുന്നത്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇത് മൊത്തം എന്താണ്? ഇതിനെ 50-50 ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഭാഗിക്കുന്നത്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? മീഡിയൻ എന്ന് പറയുന്നത്. നമുക്ക് ഇൻഡിവിജ്വൽ സീരീസിൽ, ഡിസ്ക്രീറ്റ് സീരീസിൽ, കണ്ടിന്യൂസ് സീരീസിൽ ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് പഠിക്കാനുണ്ട്. ഇത് അരിത്തമാറ്റിക് മീനിന്റെ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. കാരണം ഇത് എന്ത് ആവറേജ് ആണെന്നാ പറഞ്ഞ? പൊസിഷണൽ ആവറേജ് ആണ് അല്ലെ. നമ്മൾ 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 5 എന്നുള്ളതൊക്കെ നമ്മൾ ആക്കിയപ്പോൾ 3 ആണെന്നുള്ളത് എന്താണ്? എന്തിന്റെ ബേസിലാണ്? പൊസിഷന്റെ ബേസിലാണ്. അതൊരു പൊസിഷണൽ ആവറേജ് ആണ്. സോ വലിയൊരു കാൽക്കുലേഷൻ ഇല്ല. അരിത്തമാറ്റിക് മീൻ എന്ന് പറയുന്നത് കുറെ കാൽക്കുലേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത്രത്തോളം വൈഡ് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ഇതിൽ ആവശ്യമില്ല എന്നർത്ഥം. കാരണം ഇതൊരു പൊസിഷണൽ ആവറേജ് ആണ്.